നമസ്കാരം. ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. തുലാൻ രാശി ചിത്തിരേര, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് തുലാൻ രാശി. രാശ്യാധിപനും അഷ്ടമാധിപനുമായ ശുക്രൻ മാർച്ച് മാസത്തിൽ തുലാൻ രാശിയുടെ 6-ാം ഭാവത്തിൽ ഉച്ചസ്ഥനായി ശനിയോട് യോഗം ചെയ്തു നിൽക്കുന്നു. ആയതിനാൽ മാർച്ച് മാസത്തിൽ തുലാൻ രാശിക്കാർക്ക് ആരോഗ്യ പ്രശ്നമുണ്ടാകാൻ സാധ്യതയില്ല. കൂടാതെ വ്യാഴം ഭാഗ്യഭാവത്തിൽ നിന്ന് ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്നു. 5-ാം ഭാവത്തിൽ മാസത്തിൻ്റെ 2-ാം പകുതി വരെ സൂര്യൻ്റെ സഞ്ചാരവും ബുധൻ, ചൊവ്വ, രാഹു എന്നീ ഗ്രഹങ്ങളുടെ സ്ഥിതിയും വിദ്യാർത്ഥികളെ തീരുമാനങ്ങൾ എടുക്കാൻ പ്രയാസപ്പെടുത്തും. ഇൻ്റർവ്യൂകൾക്കും എക്സാമിനുകൾക്കും നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. ടെൻഷൻ കൺട്രോൾ ചെയ്യാനുള്ള ശ്വസനക്രിയകൾ ചെയ്യുന്നത് ഗുണകരമായിരിക്കും. പക്ഷേ 9-ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകും. ഇത് പ്രയാസങ്ങളെ അകറ്റാൻ കഴിയും. വിദേശ പഠനത്തിന് പ്രോത്സാഹനം നൽകും. 9-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴവും 11-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന കേതുവുമാണ് മാർച്ച് മാസത്തിൽ നിങ്ങൾക്ക് കർമ്മരംഗത്ത് അനുകൂല ഫലങ്ങൾ നൽകുന്നത്. കാര്യവിജയവും ഭൂമിലാഭവും ഔദ്യോഗിക പദവികളും ഗ്രഹലാഭവും സുഖങ്ങളും നൽകുന്നു. 7-ാം ഭാവാധിപനായി ചൊവ്വ 5-ാം ഭാവത്തിൽ അനിഷ്ടഗ്രഹങ്ങളുമായി യോഗം ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് ബിസിനസ്സുകാർക്ക് ധനച്ചെലവുകൾ വർദ്ധിക്കും. ശത്രുപീഡ വർദ്ധിക്കും. പുതിയ പ്രവർത്തനങ്ങൾ ഈ മാസം തുടങ്ങുന്നത് ഗുണകരമല്ല. വിദേശ ബിസിനസ്സുകൾക്ക് പ്രശ്നമില്ല. പ്രണയിക്കുന്നവർക്ക് തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയും. ദമ്പതികൾക്ക് സമയം പ്രതികൂലമാണ്. കലഹങ്ങൾ ഉണ്ടാകും. കൺട്രോൾ ചെയ്യുക. വിവാഹാലോചനകൾ ധാരാളമായി വരികയും തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുകയും ചെയ്യും. നിത്യവും ശ്രീകൃഷ്ണ ഭഗവാന്റെ കീർത്തനങ്ങൾ ജപിക്കുന്നത് ഗുണകരമാണ്.